SSLC പരീക്ഷ കഴിഞ്ഞ് വാല്യുവേഷനൊക്കെ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ SSLC കഴിഞ്ഞ ഒരു കുട്ടിയുടെ മുന്നോട്ടുള്ള പഠന രീതികൾ ഏതൊക്കെ തരത്തിലായിരിക്കും ക്രമപ്പെടുത്താൻ സാധിക്കുക? SSLC കഴിഞ്ഞൊരു കുട്ടിയുടെ മുമ്പിലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് അവരുടെ അവസരങ്ങളെ കൃത്യമായി കൈപ്പിടിയിൽ ഒതുക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെയധികം അവ്യക്തതകളുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. SSLC പാസ്സാകുന്ന 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരു കുട്ടിക്ക് ITIക്ക് പോകാൻ സാധിക്കുമെന്ന് നമുക്കറിയാം, പോളിടെക്നിക്കിന് പോകാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. അതുകൂടാതെ നിരവധിയായിട്ടുള്ള ചെറിയ തരം കോഴ്സുകൾക്ക് പോകാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന JDCക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള നിരവധി ചെറിയ കോഴ്സുകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നൊരു മേഖലയാണ് +2. അപ്പോൾ +2വിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ മുമ്പിലുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്? നമുക്ക് പ്രധാനമായും +2 എന്ന് പറയുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടിക്ക് പ്രധാനമായും +2 മേഖലയിലേക്ക് പ്രവേശിക്കാൻ 6 വഴികളുണ്ട്. 6 തരത്തിൽ നിങ്ങൾക്ക് +2 പഠിക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ അവസരങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഈ 6 തരം +2കൾ? ഒന്നാമത് വരുന്നത് ഹയർ സെക്കൻഡറി, രണ്ടാമത് വരുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മൂന്നാമത് വരുന്നത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, നാലാമതായി കലാമണ്ഡലം, അഞ്ചാമതായി ഓപ്പൺ സ്കൂളിൽ വരുന്ന സ്കോൾ കേരള, ആറാമതായി ഓപ്പൺ സ്കൂളിൽ ദേശീയ തലത്തിൽ വരുന്ന നിയോസ് എന്നിങ്ങനെ 6 തരത്തിലാണ് നമുക്ക് +2 ചെയ്യാൻ കഴിയുക. എന്താണ് ഈ 6 തരത്തിലുള്ള +2 തമ്മിലുള്ള വ്യത്യാസം? ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയും കലാമണ്ഡലവും സ്കൂളിൽ പോയി റെഗുലർ ബാച്ചായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ സ്കോൾ കേരളയും നിയോസും അടങ്ങുന്ന ഓപ്പൺ സ്കൂളിംഗ് സംവിധാനം വീട്ടിലിരുന്ന് പഠിക്കാൻ കഴിയുന്ന, സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ആദ്യത്തെ +2വിലെ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഹയർ സെക്കൻഡറി തന്നെയാണ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ? നമുക്ക് +2 6 തരത്തിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതിലൊന്നാമത്തെ മേഖലയാണ് ഹയർ സെക്കൻഡറി. ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത നമുക്ക് ഏതാണ്ട് 46ഓളം കോമ്പിനേഷനുകൾ അവിടെ ലഭ്യമാണ്. ഈ 46 കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 4 കാറ്റഗറി ആയിട്ട് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 ബയോളജി സ്ട്രീം, 2 മാത്സ് സ്ട്രീം, 3 കൊമേഴ്സ് സ്ട്രീം, 4 ഹ്യൂമാനിറ്റി സ്ട്രീം. ഇതിനകത്ത് തന്നെ ബയോമാത്സ് സ്ട്രീമും കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമും ബയോടെക്നോളജി സ്ട്രീമും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രധാനമായിട്ടും കോർ സബ്ജക്റ്റായിട്ട് വരുന്ന 4 മേഖലകൾ, 4 മേഖലകളിലും കൂടി 46 സ്ട്രീമുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ 4 മേഖലകളിൽ മാത്സ് കോമ്പിനേഷന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസോ മറ്റ് സബ്ജക്റ്റുകളോ ഒക്കെ വരുന്ന ഒരു മേഖലയാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുക. രണ്ടാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് ബയോളജി സയൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മേഖലയാണ്. ബയോളജി സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. മൂന്നാമത് വരുന്ന മേഖല കൊമേഴ്സ് സ്ട്രീമാണ്. നാലാമത് ഹ്യൂമാനിറ്റി സ്ട്രീം. അപ്പോൾ കൊമേഴ്സ് മേഖലയാകുമ്പോഴത്തേക്ക് അക്കൗണ്ടൻസി, ഫിനാൻസ്, ബാങ്കിങ് ഇങ്ങനെയുള്ള വിവിധ കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ, ഹ്യൂമാനിറ്റീസ് മേഖലയിൽ നമ്മുടെ പ്രധാനമായിട്ടും വരുന്നത് എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ഗാന്ധിയൻ സ്റ്റഡീസ്, സൈക്കോളജി അങ്ങനെയുള്ള വിവിധ മേഖലകളാണ് അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടി ഈ 4 മേഖലകളിലുമായിട്ട് പ്രധാനമായും 46 കോമ്പിനേഷനുകൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഒരു ഭാഷ, ഇംഗ്ലീഷ് കൂടാതെ ഒരു ഭാഷ കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഹിന്ദിയോ മലയാളമോ അടക്കം തമിഴോ അടക്കമുള്ള ഒരു ഭാഷ കൂടെ പഠിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കോർ സബ്ജക്റ്റുകൾ ഇതെല്ലാം കൂടെ ചേരുന്ന തരത്തിലായിരിക്കും +2 നമുക്ക് പഠിക്കാൻ കഴിയുക. ഇനി ബയോമാത്സ് കോമ്പിനേഷൻ ആവശ്യമുള്ള കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള അവസരവുമുണ്ട്. ബയോളജി എടുക്കുന്ന കുട്ടികൾക്ക് ഓപ്ഷണലായിട്ട് തങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ
ഈ പറയുന്ന മാത്സ് കോമ്പിനേഷൻ ഇല്ലെങ്കിൽ ഓപ്ഷണലായിട്ട് പഠിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഒരു ഭാഷാ പഠനത്തിന് കൂടുതൽ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറി എടുക്കുന്നത് നിർബന്ധമായിട്ടും ഓപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റു മേഖലകളിൽ നമുക്ക് സിലബസ് എല്ലാ +2 മേഖലയിലെയും സിലബസ് എടുത്തു കഴിഞ്ഞാൽ സെയിം ആണ് എന്ന് കാണാൻ കഴിയും. ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ +2 സ്ട്രീമിൻ്റെയും സിലബസ് ഒന്നാണ്. NCERT സിലബസ് പ്രകാരമാണ് നമ്മുടെ +2 പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ അവർ മാത്സ് കോമ്പിനേഷനിൽ പഠനം നടത്തേണ്ടതാണ്. മെഡിസിൻ, പാരാമെഡിക്കൽ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ബയോളജി സ്ട്രീമിൽ പഠനം നടത്തേണ്ടതാണ്. മെഡിസിനും പാരാമെഡിക്കലും ഓപ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കൂടെ പോകണമെന്നൊരു സെക്കൻഡ് ഓപ്ഷൻ മനസ്സിൽ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ബയോമാത്സ് കോമ്പിനേഷൻ ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി, ലോ പ്രൊഫഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏത് മേഖലയിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാൻ അവസരമുണ്ടെങ്കിൽ കൂടി അവരുടെ സബ്ജക്റ്റും ആയി കൂടുതൽ ബന്ധമുള്ള ഒരു മേഖല എന്ന നിലയിൽ കൊമേഴ്സ് എടുക്കാനും, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ എക്കണോമിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആർക്കിയോളജിയെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ആ ഒരു മേഖലയിൽ എന്തൊക്കെ സാധ്യതകളാണുള്ളത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ വളർത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ +2 ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്രധാനമായും ഈ മേഖലകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും അവരുടെ പഠനക്രമത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. SSLC പാസ്സായി നമ്മൾ +2 ചേരാൻ ആഗ്രഹിക്കുമ്പോൾ കുട്ടികൾക്ക് ഗ്രേസ് മാർക്കുകളുണ്ട്. ഗ്രേസ് മാർക്കുകൾ ഓൾറെഡി മാർക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വരും. അതുകൂടാതെ ബോണസ് മാർക്കുകളുമുണ്ട്. ഈ ബോണസ് മാർക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മുടെ ഒപ്പം പഠിച്ച ഒരേപോലെ ഫുൾ A+ കിട്ടിയ 2 കുട്ടികൾ, എക്സാമ്പിൾ എടുക്കാം. ഫുൾ A+ കിട്ടിയ 2 കുട്ടികളിൽ, അല്ലെങ്കിൽ ഫുൾ A കിട്ടിയ 2 കുട്ടികൾ, രണ്ടുപേരുടെ സ്കോർ ഏതാണ്ട് ഈക്വലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫുൾ Aയോ A+ഓ കിട്ടിയ കുട്ടികൾ, 2 കുട്ടികൾ ഒരേപോലെ ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ചിലപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും രണ്ടാമത്തെ കുട്ടിക്ക് ചിലപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അലോട്ട്മെൻറ്റിലായിരിക്കും അയാളുടെ ഫസ്റ്റ് ഓപ്ഷണൽ സ്കൂൾ കിട്ടുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന സ്കൂൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അപ്പോൾ ഈ ബോണസ് മാർക്കിൻ്റെ പ്രാധാന്യം എന്താണ്? അത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സാഹചര്യം മുതൽ ശ്രദ്ധിക്കേണ്ട നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, അക്ഷയ വഴിയായിരിക്കും മിക്കവാറും കുട്ടികളൊക്കെ ആപ്ലിക്കേഷൻ അയക്കുക. ഓർക്കണം, എല്ലാ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അടക്കമുള്ള എല്ലാ സ്കൂളുകളിലും ആപ്ലിക്കേഷൻ അയക്കുന്നതിന് അധ്യാപകരുടെ നേതൃത്വത്തിൽ സൗജന്യമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചെല്ലുക. തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്ന സമയത്ത് ചെല്ലാൻ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തെറ്റുകുറ്റങ്ങളില്ലാതെ കൃത്യമായിട്ട് നമുക്കൊരു പൈസയും മുടക്കാതെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ അയക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും വാങ്ങി കൈ വെച്ചിരിക്കണം. റിസർവേഷൻ ആനുകൂല്യങ്ങൾക്കൊക്കെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വാങ്ങി കൈ വെച്ചിരിക്കണം. അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നമ്പർ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെയോ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയും ആകാം, പക്ഷേ വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ നമ്പർ തന്നെ കൊടുക്കണം. പലപ്പോഴും അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ അവരുടെ നമ്പറും അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID ഒക്കെ ആയിരിക്കും ചിലർ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ, നാളെ നമുക്ക് നമ്മുടെ പാസ്വേഡ് ഒന്ന് മാറ്റേണ്ടി വന്നു, ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് അവിടേക്ക് OTP വരുന്നത് അവരുടെ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാനും ഒക്കെ വേണ്ടി നമ്മുടെ തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ സ്കൂൾ ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ ഏത് കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം രണ്ടാമത്തെ, നമ്മൾ പഠിച്ച സ്കൂളിൽ +2 ഉണ്ടെങ്കിൽ, ഹയർ സെക്കൻഡറി ഉണ്ട് എങ്കിൽ അവിടെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ നമ്മൾ പഠിച്ച സ്കൂളിൽ പഠിച്ചതിനുള്ള ഗ്രേസ് മാർക്കുണ്ട്, അത് നമുക്ക് കിട്ടും. ബോണസ് മാർക്കുണ്ട്, അത് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന
പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ള സ്കൂളുകൾ തന്നെ അടുത്ത ആ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. വീണ്ടും നമുക്ക് ബോണസ് മാർക്ക് ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഓൾറെഡി ഒരു 3 ബോണസ് സ്കോർ കിട്ടും. അതുകൂടാതെ SPCO അതുപോലുള്ള ഏതെങ്കിലും അത്ലറ്റിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് കാലേ കൂട്ടി വാങ്ങിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ബോണസ് മാർക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ NCC ഡയറക്ടറുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോണസ് മാർക്കിംഗ് സിസ്റ്റം, അച്ഛനോ അമ്മയോ ആരെങ്കിലും പട്ടാളത്തിൽ ജോലിയുള്ള ആളാണെങ്കിൽ ഗ്രേസ് മാർക്ക് വീണ്ടും കിട്ടും. അതേപോലെ തന്നെ രാഷ്ട്ര സേവനത്തിനിടയിൽ രക്തസാക്ഷിത്വം വഹിച്ച ഒരാളുടെ മകനോ മകളോ ആണ് നമ്മളെങ്കിൽ വീണ്ടും നമുക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ 10 മാർക്ക് പരമാവധി ഗ്രേസ് മാർക്ക്, അതായത് ബോണസ് മാർക്ക് നമുക്ക് ലഭിക്കും. ആ ബോണസ് മാർക്ക് നമ്മുടെ അഡ്മിഷനെ വല്ലാതെ സ്വാധീനിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന്, നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ഓപ്റ്റ് ചെയ്യുന്നതിന് ഒക്കെ വലിയ തോതിൽ നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ താമസിക്കുന്ന ആ ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലോ എന്തായാലും സ്കൂൾ ഉണ്ടാവാതിരിക്കില്ല. നമ്മൾ പഠിക്കുന്ന സെയിം താലൂക്കിൽ ഒക്കെ അതിനൊക്കെ സ്കോറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ആ പഞ്ചായത്തിൽ ജീവിക്കുന്ന പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ല എന്ന് വയ്ക്കുക, തീർച്ചയായിട്ടും നമുക്ക് അതിനും സ്കോർ കിട്ടും. നമ്മൾ താമസിക്കുന്ന താലൂക്കിൽ ഇത്തരത്തിലൊരു സ്കൂളില്ലെങ്കിലും അവിടെയും നമുക്ക് സ്കോർ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ വളരെ കണ്ണിങ് ആയിട്ട് ഇനി ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു, നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ തുടർ പഠനത്തിന് താല്പര്യമില്ല, പക്ഷേ മാർക്ക് ഇച്ചിരി കുറവാണ്, അഡ്മിഷൻ വേണം താനും. അപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അവിടെ തന്നെ കൊടുത്ത് അഡ്മിഷൻ ഉറപ്പാക്കിയതിന് ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ആ ഹയർ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്ക് മാറിപ്പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ആദ്യം ഏത് സ്കൂളിലാണോ അഡ്മിഷൻ വരുന്നത് അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളാകണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ ആകണമെന്നില്ല. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മസ്റ്റായിട്ട് പോയി അഡ്മിഷൻ എടുത്തിരിക്കണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ തൽപരനല്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങളെ തുടർന്നുള്ള അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന്, പ്രോസസ്സിൽ നിന്ന് അങ്ങ് പുറത്താക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് അഡ്മിഷൻ എടുത്തു, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ കോമ്പിനേഷനോ ആണെങ്കിൽ നമ്മൾ ഹയർ ഓപ്ഷൻ കൊടുത്ത് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ പിന്നീടുള്ള എല്ലാ അഡ്മിഷൻ പ്രോസസ്സിലും നമുക്ക് ഈ ഹയർ ഓപ്ഷൻ സാധ്യതകളുണ്ട്. അങ്ങനെ നമ്മളുടെ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള അഡ്മിഷനെ കുറിച്ച് വളരെ കണ്ണിങ് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ ആരംഭിക്കുക.